എല്ലാവർക്കും മെക്പാൻ കേരള പീസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ജൂനിയർ ഇൻസ്ട്രക്ടർ വെൽഡർ എന്ന് പറയുന്ന എക്സാമിന് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ 25ാമത്തെ പാർട്ടാണ്. മോക്ക് സീരീസ് 3 ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ സീരീസിൽ ഞാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇച്ചിരി ടഫ് ലെവലാവാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഇത് സിലബസിന് ഔട്ടായിട്ടൊക്കെ നിങ്ങൾക്ക് തോന്നാം. ആക്ച്വലി നമുക്ക് സിലബസ് തന്നിട്ടില്ല. ചിലപ്പോൾ ഇതൊരു ബിടെക് ലെവൽ ക്വസ്റ്റ്യൻസൊക്കെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മെറ്റീരിയൽ സയൻസ് എന്ന് പറയുന്ന ഒരു പോർഷനിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്നുമാണ് കൂടുതൽ ക്വസ്റ്റ്യൻസും എടുത്തിട്ടുള്ളത്. മെറ്റീരിയൽ സയൻസ്, അതുപോലെ തന്നെ വെൽഡിങ്ങിൽ തന്നെ ഇത്തിരി കൂടി ഡിഫിക്കൽട്ടായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നതാണ്. പല ബുക്കുകളിൽ നിന്നും എടുത്തിട്ടുള്ളതാണ്. എന്തെങ്കിലും എററുകൾ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് സെർച്ച് ചെയ്തോളൂ. കാരണം എൻ്റെ അറിവിൽ എനിക്കറിയാവുന്ന ആൻസറുകളാണ് ഞാൻ ഇതിനകത്ത് ഇട്ടിരിക്കുന്നത്. ചിലപ്പോൾ തെറ്റുകൾ വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഡയറക്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: ഡ്യൂറിങ് വെർട്ടിക്കൽ പൊസിഷൻ വെൽഡിംഗ് വെൽഡ് സ്ലോപ്സ് എക്സീഡ്സ്. ഇത് നമുക്ക് അറിയാവുന്നൊരു ക്വസ്റ്റ്യനാണ്. 45 ഡിഗ്രി എക്സീഡ് ചെയ്യുമെന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. വെർട്ടിക്കൽ പൊസിഷൻ വെൽഡ് സ്ലോപ്പ് എന്ന് പറയുന്നത് 45 ഡിഗ്രി എക്സീഡ് ചെയ്യും. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ സിമ്പൽ O ഇൻഡിക്കേറ്റ്സ് വിച്ച് ടൈപ്പ് ഓഫ് വെൽഡ് എന്നുള്ളതാണ്. ഈ O എന്ന് പറയുന്ന സിമ്പൽ നമുക്കറിയാം, വെൽഡ് പല ടൈപ്പ് വെൽഡിങ്ങിന് പല പല സിമ്പിൾസാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഡിഫറെൻറ്റ് സിമ്പിൾസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ O കണ്ടു കഴിഞ്ഞാൽ നമ്മളവിടെ എഴുതേണ്ടത് സ്പോട്ട് വെൽഡാണ്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു സിമ്പിൾ മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ സിമ്പിൾസും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ: ദ ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ ദ വെൽഡ് സെൻറ്റർ ലെങ്ത് വൈസ് ഈസ് നോൺ ആസ്. അതായത് ഇമാജിനറി ലൈൻ പാസിങ് ത്രൂ ദ വെൽഡ് സെൻറ്റർ ലെങ്ത് വൈസ് ഈസ് നോൺ ആസ് ആക്സിസ് ഓഫ് ദി വെൽഡ്. അതിനെ നമ്മൾ ആക്സിസ് ഓഫ് ദി വെൽഡ് എന്നാണ് പറയുന്നത്. അത്രമേൽ ഇമ്പോർട്ടൻ്റ് ഉള്ള ക്വസ്റ്റ്യൻ അല്ല അത്. നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. കോസ് ഓഫ് സ്പാറ്റർ. സ്പാറ്ററിന് ഒരുപാട് കാരണങ്ങളുണ്ട്. ആർക്ക് ബ്ലോ ആണ് അതിൻ്റെ ഏറ്റവും വലിയ കാരണമെന്ന് പറയുന്നത്. ഹൈ കറണ്ട്, ലോങ് ആർക്ക്, ഇതൊക്കെ അതിന് കാരണങ്ങളാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ: എഫക്റ്റ് ഓഫ് ലോങ് ആർക്ക്. ലോങ് ആർക്ക് ഉണ്ടെങ്കിൽ നമുക്കറിയാം അത്ര പെനിട്രേഷൻ അത്ര ഉണ്ടാവില്ല. തിൻ മെറ്റീരിയൽസിലാണ് നമ്മളത് യൂസ് ചെയ്യുന്നത്. പുവർ കൺട്രോൾ ഓഫ് മോൾട്ടൺ മെറ്റലാണ്. നമുക്ക് അത്ര കൺട്രോൾ കിട്ടത്തില്ല, മോൾട്ടൺ മെറ്റലിൽ കൺട്രോൾ കിട്ടത്തില്ല. അതുകൊണ്ട് സ്പാറ്റർ കൂടുതലായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഓർത്തിരിക്കുക. ആറാമത്തെ ക്വസ്റ്റ്യൻ: ആർക്ക് ഹാവിങ് ഹമ്മിങ് സൗണ്ട്. ഹമ്മിങ് സൗണ്ട് ഉള്ളത് ലോങ് ആർക്കിനാണ്. പോപ്പിംഗ് സൗണ്ട്, അപ്പോൾ പോപ്പിംഗ് സൗണ്ട് വരുന്നത് ഷോർട്ട് ആർക്കിനാണ്. ഏഴാമത്തെ ക്വസ്റ്റ്യൻ: ദ ഫ്ലക്സ് യൂസ്ഡ് ഫോർ വെൽഡിങ് അലൂമിനിയം. അലൂമിനിയം വെൽഡ് ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്ന ഫ്ലക്സ് ഫ്ലൂറൈഡ്സ് ആൻഡ് ക്ലോറൈഡ്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഒന്ന് ഓർത്ത് വെച്ചോളുക. എട്ടാമത്തെ ക്വസ്റ്റ്യൻ: ദ മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സോഫ്റ്റ് സോൾഡർ. നമുക്കറിയാം സോഫ്റ്റ് സോൾഡറിൻ്റെ കോമ്പിനേഷൻ എത്രയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. ടിന്ന് 63, ലെഡ് 37 ആണ്. അപ്പോൾ അറൗണ്ട് 185 ഡിഗ്രിയാണ് വരുന്നത്. സോഫ്റ്റ് സോൾഡറിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 185 ഡിഗ്രിയാണ്. അത് ഈ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് നമുക്ക് കുറേ മെൽറ്റിംഗ് പോയിൻ്റ് നമുക്ക് സോൾഡറിൻ്റെ വേരിയേഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യം പിടികിട്ടും. പെർസെൻറ്റേജ് ഓഫ് ടിന്ന് ലോവർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെൽറ്റിംഗ് പോയിൻ്റ് കൂടുമെന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ടിന്നിൻ്റെ അളവ് കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മെൽറ്റിംഗ് പോയിൻ്റ് കുറയുകയാണ് ചെയ്യുന്നത്. അത് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ടിന്നിൻ്റെ അളവും മെൽറ്റിംഗ് പോയിൻറ്റും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഞാൻ അങ്ങനെ നോക്കിയപ്പോൾ ഞാൻ കണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിന്ന് 63% 185 ഡിഗ്രിയാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്, നോട്ട് ചെയ്യുക. ഒമ്പതാമത്തെ ക്വസ്റ്റ്യൻ: അഡീഷൻ ഓഫ് സൾഫർ ഇൻ സ്റ്റീൽ ഇൻക്രീസസ്. അതിൻ്റെ മെഷീനബിലിറ്റി നമുക്ക് കൂട്ടാൻ പറ്റും. നമ്മൾ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അനീലിംഗ് എന്ന് പറയുന്നത്, അല്ലേ? നമ്മൾ ഹീറ്റ് ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചറിൽ, നമ്മൾ അപ്പർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിൽ ഹീറ്റ് ചെയ്തിട്ട് നമ്മളതിനെ ഫർണസിൽ കൂൾ ചെയ്യും. അപ്പോൾ അത് നമുക്ക് സൾഫർ സ്റ്റീലിൽ ആഡ് ചെയ്താൽ മെഷീനബിലിറ്റി ഇമ്പ്രൂവ് ചെയ്യാം.
എന്നുള്ളതാണ് വേറൊരു അലോയിങ് എലമെൻറ്റ് ആഡ് ചെയ്യുമ്പോൾ മെഷീനബിലിറ്റി എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യുന്നു എന്നുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റീൽ ഫോർ മെഷറിംഗ് ടൂൾസ് ആൻഡ് ഇൻസ്ട്രുമെൻറ്റ്സ് ഷുഡ് റീറ്റെയിൻ ദർ സൈസ് ഫോർ ലോങ് പീരീഡ് ഓഫ് സർവീസ്. അതെങ്ങനെയാണ് അത് അച്ചീവ് ചെയ്യുന്നത്? അത്രയും എന്ത് ടൈപ്പ് സ്റ്റീൽ ഉണ്ടെങ്കിലാണ് അത്രയും നാളത്തേക്ക് അതിനൊരു സൈസിനൊന്നും അത്ര മാറ്റം വരാണ്ട് വലിയ വേരിയേഷൻസ് ഒന്നും ഇല്ലാണ്ട് ഇൻസ്ട്രുമെൻ്റ് എങ്ങനെയാണ് നിൽക്കുന്നത്? അത് ഹൈ കാർബൺ ക്രോം സ്റ്റീലാണ് നമ്മളതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു മെറ്റീരിയൽ അലോയിങ് എലമെൻ്റൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയൽ ഹൈ കാർബൺ ക്രോം സ്റ്റീലാണെന്നുണ്ടെങ്കിൽ അതിന് അത്രയ്ക്ക് പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറേ നാളതിന് വലിയ വേരിയേഷൻസ് ഇല്ലാണ്ട് നിലനിൽക്കാൻ പറ്റും എന്നുള്ളതാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, സ്ലിപ്പ് ഗേജസ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ്. സ്ലിപ്പ് ഗേജ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, മെട്രോളജിയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെഷറിങ് ഇൻസ്ട്രുമെൻ്റാണ് സ്ലിപ്പ് ഗേജ് എന്ന് പറയുന്നത്. അപ്പോൾ സ്ലിപ്പ് ഗേജസ് ആർ യൂഷ്വലി മെയ്ഡ് ഓഫ് അലോയ് സ്റ്റീലാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണത്. 12, മുൻസ് മെറ്റൽ, അതിൻ്റെ വേറൊരു പേരാണ് യെല്ലോ ബ്രാസ്. മുൻസ് മെറ്റൽ അല്ലെങ്കിൽ യെല്ലോ ബ്രാസ് കണ്ടെയ്ൻസ് കോപ്പർ ആൻഡ് സിങ്ക് ഇൻ ദ റേഷ്യോ. അപ്പോൾ ഇതൊരു ബ്രാസിൻ്റെ ഒരു കോമ്പൗണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതിനെ എടുത്തത്. മുൻസ് മെറ്റലിന് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് എടുക്കാൻ കാര്യം അതാണ്. അതിന് യെല്ലോ ബ്രാസ് എന്നാണ് പറയുന്നത്. കോപ്പറും സിങ്കും 3:2 എന്ന് പറയുന്ന റേഷ്യോയുടെ ആയിരിക്കും ഉണ്ടാവുക. നോട്ട് ചെയ്തോളുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എക്സാം ഇച്ചിരി ഹാർഡ് ലെവലിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ പെർസെൻറ്റേജ് ഓഫ് കോപ്പർ ഇൻ ഗൺ മെറ്റൽ. കോപ്പർ ഗൺ മെറ്റലിൽ എത്ര കോപ്പർ ഉണ്ടാവും? 87%. ഗൺ മെറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോപ്പറും അല്ലേ, കോപ്പറും ടിന്നും ഒന്നും നോക്കിക്കോളൂ, എനിക്ക് എത്ര ഓർമ്മ കിട്ടുന്നില്ല. കോപ്പർ 87% ആണ് ഗൺ മെറ്റൽ. ഗൺ മെറ്റൽ നമ്മൾ ഇപ്പോൾ എന്താണ് എർത്ത് ക്ലാമ്പൊക്കെ ഡെവലപ്പ് ചെയ്യാൻ കോപ്പർ അലോയി ആയിട്ട് നമ്മൾ എടുക്കുന്ന ഒരു സംഭവമാണ് ഗൺ മെറ്റൽ. 14ാമത്തെ ക്വസ്റ്റ്യൻ, മൊണാൽ മെറ്റൽ ഇസ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ ആണ് കേട്ടോ. മോഡൽ മെറ്റൽ ഇസ് ആൻ അലോയ് ഓഫ് നിക്കൽ ആൻഡ് കോപ്പർ. നിക്കൽ ഉണ്ടെങ്കിൽ കൊറോഷൻ റെസിസ്റ്റൻ്റ് ആയിരിക്കും, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും എന്നൊക്കെ നിങ്ങൾ ഓർത്തുക. 15ാമത്തെ ക്വസ്റ്റ്യൻ, നിങ്ങൾ കേട്ടിട്ടുള്ളൊരു പേരാണ് സ്റ്റെലൈറ്റ് ഈസ് ദ ട്രേഡ് നെയിം ഫോർ. സ്റ്റെലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിൻ്റെ ട്രേഡ് നെയിമാണ് എന്നുള്ളതാണ്. നിങ്ങളത് കേട്ടിരിക്കുന്നത് ഈ സ്റ്റെലൈറ്റ് പോലുള്ള ഹാർഡ് സർഫസ് മെറ്റീരിയൽസിനെ നമ്മൾ വെൽഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഫ്ലെയിം, കാർബറൈസിങ് ഫ്ലെയിമാണ് നമ്മൾ പഠിക്കേണ്ടായി. അപ്പോൾ സ്റ്റെലൈറ്റ് എന്താണെന്ന് ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാനത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സിമെൻറ്റഡ് കാർബൈഡാണ്, ഓർത്ത് വെച്ചോളുക, സിമെൻറ്റഡ് കാർബൈഡാണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ, മേജർ കോൺസ്റ്റൻറ്റ് ഓഫ് സ്റ്റെലൈറ്റ് ആർ. ഈ സ്റ്റെലൈറ്റിലുള്ള കമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. കൊബാൾട്ട്, ക്രോമിയം, ടങ്സ്റ്റൺ, ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഈ കൊബാൾട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണ്? കൊബാൾട്ട് ഉണ്ടെങ്കിൽ ആ മെറ്റീരിയൽ റെസിഡുവൽ മാഗ്നറ്റിസം കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ ഫെറോ മാഗ്നറ്റിസം കാണിക്കുന്ന സബ്സ്റ്റൻസ് ആണ് എന്നുള്ളതാണ്. ഓക്കെ, അത് കൊബാൾട്ട് ആഡ് ചെയ്താൽ മാഗ്നറ്റിസം ഇമ്പ്രൂവ് ആവും. കാരണം ഈ കൊബാൾട്ടിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ല രീതിയിൽ മാഗ്നറ്റിസം റീറ്റെയിൻ ചെയ്യാനുള്ള കഴിവുണ്ട്. അതിനെയാണ് നമ്മൾ റെസിഡ്യുവൽ മാഗ്നറ്റിസം എന്ന് പറയുന്നത്. ഒന്ന് ഓർത്ത് വെച്ചോളൂ. 17ാമത്തെ ക്വസ്റ്റ്യൻ, ക്രോമിയം ആഡ് ചെയ്താൽ നിങ്ങൾക്ക് അറിയാം കൊറോഷൻ റെസിസ്റ്റൻ്റ് ആണ്, ഹൈ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും, വിയർ റെസിസ്റ്റൻ്റ് ഒക്കെ ആയിരിക്കും. 17ാമത്തെ ക്വസ്റ്റ്യൻ, ദ സോൾഡറിങ് അയൺ ഹീറ്റഡ് ഇൻ എ ഗ്യാസ് ഫ്ലെയിം അണ്ടിൽ. ഈ സോൾഡറിങ് അയൺ നമ്മൾ ഹീറ്റ് ചെയ്യും, അത് എത്ര നേരത്തേക്കാണ് ഹീറ്റ് ചെയ്യുന്നത്? ദ ഗ്യാസ് ഫ്ലെയിം അപ്പിയേഴ്സ് എ ഗ്രീൻ ഇൻ കളർ. അതൊരു ഗ്രീൻ കളർ ആവുന്നവരെയാണ് നമ്മൾ ഹീറ്റ് ചെയ്യുന്നത്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ആൻ അലോയ് ഓഫ് കോപ്പർ, സിങ്ക് ആൻഡ് സിൽവർ ഓഫൺ യൂസ്ഡ് ഇൻ ഫാബ്രിക്കേഷൻ വർക്ക് ഈസ് കോൾഡ്. സിൽവർ സോൾഡറാണ് നമ്മൾ ഫാബ്രിക്കേഷൻ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോപ്പർ, സിങ്ക്, സിൽവർ ഉള്ള കോമ്പൗണ്ട് സിൽവർ സോൾഡറാണ്. 19ാമത്തെ ക്വസ്റ്റ്യൻ, സോൾഡറിങ് പ്രോസസ് ക്യാരീഡ് ഔട്ട് അറ്റ്. നോർമലി ഇറ്റ് ഈസ് ക്യാരീഡ് ഔട്ട് അറ്റ് 180 to 250 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ആണ്. അത് സോൾഡറിങ്ങിൻ്റെ ആ ഒരു ഫില്ലർ റോഡിൻ്റെ ഇതിനനുസരിച്ചിട്ടാണ്, സോൾഡറിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ എടുക്കുന്നത്. സോഫ്റ്റ് സോൾഡറാണെങ്കിൽ ഞാൻ പറഞ്ഞു 185 ഡിഗ്രിയാണ് അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റ് വരുന്നതെന്ന് പറഞ്ഞു. പക്ഷേ ചില കേസിൽ അതിലും കൂടുതൽ വരാനുള്ള ടിന്നിൻ്റെ കണ്ടൻറ്റ് കുറവാണെങ്കിൽ തീർച്ചയായിട്ടും മെൽറ്റിംഗ് പോയിൻറ്റ് 300 വരെയൊക്കെ വരുന്ന കേസുകളുണ്ട്. ഇപ്പോൾ നിങ്ങൾക്കറിയാം കോഴ്സ് സോൾഡർ എന്ന് പറഞ്ഞാൽ 40% ടിന്നാണ് വരുന്നത്, അപ്പോൾ അതിൽ ഇച്ചിരി കൂടി കൂടുതലായിരിക്കും.
അപ്പോൾ നോർമലി സോൾഡറിങ് പ്രോസസ്സ് നമ്മൾ ക്യാരി ഔട്ട് ചെയ്യുന്നത് 420 അതിൽ താഴെയുള്ള ടെമ്പറേച്ചറിലാണ്. അതിൻ്റെ ഒരു ആവറേജ് ടെമ്പറേച്ചർ എന്ന് പറയുന്നതാണ് 180 to 250 നിങ്ങൾ പലരും ഡൗട്ട് ചോദിക്കുക എന്തുകൊണ്ട് 180 to 250 എന്ന് പറഞ്ഞു. അത് സോഫ്റ്റ് സോൾഡറിൻ്റെ ഒരു കൺസിഡറേഷനിൽ എടുത്തിട്ട് ജനറലൈസ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, 20ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് ദ വോൾട്ടേജ് റിക്വയർഡ് ഫോർ ഹീറ്റിംഗ് ലൈസ് ഇൻ ദ റേഞ്ച് 6 to 12 വോൾട്ടാണ് നമ്മൾ ഇലക്ട്രിക്കൽ റെസിസ്റ്റൻസ് വെൽഡിങ്ങിൽ യൂസ് ചെയ്യുന്നത്. 21. ദ നമ്പർ ഓഫ് സോൺസ് ഓഫ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ സ്പോട്ട് വെൽഡിംഗ് ആർ 5 ആണ്. ഇതിൻ്റെ അത്ര ഡെപ്തായിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ എനിക്ക് അറിയത്തില്ല, കാരണം ഞാനിതൊരു ടെക്സ്റ്റ് ബുക്കിൽ കണ്ടതാണ്. നമ്പർ ഓഫ് സോൺസ് 5 ഉണ്ടെന്ന് കണ്ടു. ഏതൊക്കെയാണ് സോണെന്ന് പോലും ഞാൻ സെർച്ച് ചെയ്തിട്ടില്ല, എനിക്കതിനെപ്പറ്റി അറിയത്തില്ല. ഓക്കെ, 22ാമത്തെ ക്വസ്റ്റ്യൻ. ദ കറണ്ട് വാല്യൂ ഇൻ ദ ആർക്ക് വെൽഡിംഗ് ഈസ് ഡിസൈഡഡ് ബൈ ഇലക്ട്രോഡ് സൈസ് ആണ്, ഇലക്ട്രോഡ് സൈസ്. 23ാമത്തെ ക്വസ്റ്റ്യൻ. ഇൻ ആർക്ക് വെൽഡിംഗ് DC reverse polarity is used to bear greater advantage in ഓവർ ഹെഡ് വെൽഡിംഗ് ആണ്. ഓവർ ഹെഡ് വെൽഡിംഗ് DC റിവേഴ്സ് പൊളാരിറ്റി കൊടുത്താൽ ഇലക്ട്രോഡിലേക്കായിരിക്കും പോസിറ്റീവ് പോവുക. വർക്ക് പീസിൽ കുറച്ച് ഹീറ്റേ പ്രൊഡ്യൂസ് ചെയ്യത്തുള്ളൂ. 1/3 ഹീറ്റ് വർക്ക് പീസിലും 2/3 ഹീറ്റ് ഇലക്ട്രോഡിലേക്കും പോകും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓവർ ഹെഡ് വെൽഡിങ്ങിൽ DC റിവേഴ്സ് പൊളാരിറ്റി ചൂസ് ചെയ്തിരിക്കുന്നത്. 24. ആർക്ക് ഫ്ലോ മോസ്റ്റ് കോമൺ ഇൻ DC വിത്ത് സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലായിരിക്കും. നമുക്കറിയാം DC വെൽഡിങ്ങിലാണ് അതുള്ളത്. DC വിത്ത് സ്ട്രെയിറ്റ് പൊളാരിറ്റിയിലായിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. 25. വാട്ട് ലീഡ്സ് ടു ആർക്ക് വെൽഡിംഗ് പിഞ്ച് എഫക്റ്റ്. ആർക്ക് വെൽഡിങ്ങിൽ പിഞ്ച് എഫക്റ്റിന് കാരണം എന്താണ്? ടെമ്പററി ഷോർട്ട് സർക്യൂട്ട് ബിറ്റ്വീൻ ഇലക്ട്രോഡ് ആൻഡ് വർക്ക് പീസാണ് അതിന് കാരണം. 26. ഇൻ അൾട്രാസോണിക് വെൽഡിംഗ് ദ ഫ്രീക്വൻസി റേഞ്ച് ഈസ് ജനറലി. ഒരു സോളിഡ് സ്റ്റേറ്റ് വെൽഡിംഗ് പ്രോസസ്സാണ് നമ്മൾ അൾട്രാസോണിക് വെൽഡിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ ഫ്രീക്വൻസി റേഞ്ച് എന്ന് പറയുന്നത് 4000 to 20,000 ഹെഡ്സ് ആണ്. 27. ഇൻ അറ്റോമിക് ഹൈഡ്രജൻ വെൽഡിംഗ് ദ ഹൈഡ്രജൻ ആക്ട് ആസ് എ ഹീറ്റിംഗ് ഏജൻ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. 28. വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഇൻ ലാർജ് ബോയിലേഴ്സ് ആൻഡ് ഹെവി മറൈൻ കമ്പോണൻസ്. സബ്മർജ്ഡ് ആർക്ക് വെൽഡിംഗ് ആണ്, നോർത്ത് വെച്ചോളാം. വിച്ച് one is the best process for butt welding of two plates each of which is about 30 mm thick. ഹൈ തിക്കർ പ്ലേറ്റ്സിനെ നമ്മൾ യൂസ് ചെയ്യുന്നത് ബട്ട് വെൽഡിങ്ങിൽ ഇലക്ട്രോ സ്ലാഗ് വെൽഡിംഗ് ആണ്. വെർട്ടിക്കൽ പൊസിഷനിൽ ചെയ്യുന്നൊരു വെൽഡിംഗ് ആണ്. എല്ലാം പറഞ്ഞിട്ടുണ്ട്. 30ാമത്തെ ക്വസ്റ്റ്യൻ. എയർക്രാഫ്റ്റ് ബോഡി ഹാസ്. എയർക്രാഫ്റ്റ് ബോഡിയിൽ വെൽഡഡ് ജോയിൻറ്റിനേക്കാളും കൂടുതൽ റിവറ്റഡ് സ്ട്രക്ചർ ആയിരിക്കും. അത് ഓർത്ത് വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 31. ദ വെൽഡിംഗ് പ്രോസസ് യൂസ്ഡ് ഇൻ ടിൻസ് ഓഫ് വെജിറ്റബിൾ ഓയിൽ റെസിസ്റ്റൻസ് വെൽഡിംഗ് ആണ് വരുന്നത്. 32. സ്റ്റെലൈറ്റ് ടിപ്സ് ആർ വെൽഡഡ് ടു ടൂൾസ് ബൈ. പെർക്വേഷൻ വെൽഡിംഗ് ആണ്. പെർക്വേഷൻ വെൽഡിംഗ് ഒരു ടെമ്പററി വെൽഡിംഗ് പ്രോസസ്സാണ്. 33. ഹൈ സ്പീഡ് ഇലക്ട്രോൺ ബീം ഓഫ് EBM വെൽഡിംഗ് ഈസ് ഫോക്കസ്ഡ് ഓൺ ദ വെൽഡ് സ്പോട്ട് യൂസിങ് മാഗ്നറ്റിക് ലെൻസ് ആണ്. 34. ഫാസ്റ്റസ്റ്റ് കൊഞ്ചിങ് മീഡിയം. നമുക്കറിയാം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കൊഞ്ചിങ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഹീറ്റ് ചെയ്തിട്ട് കൂൾ ചെയ്യുന്നു. അപ്പോൾ ഹാർഡ്നെസ് ഒബ്റ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കൊഞ്ചിങ് ചെയ്യുന്നത്. അപ്പോൾ കൊഞ്ചിങ്ങിൽ ഡിഫറെൻറ്റ് മെത്തേഡ് ഉണ്ട്. എയർ, വാട്ടർ, അതുപോലെ തന്നെ ഫർണസ് കൂളിംഗ് ഉണ്ട്. ഇതിൽ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ആയിട്ട് നമുക്ക് കൊഞ്ച് ചെയ്യാൻ പറ്റുന്നത് ബ്രൈൻ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോഴാണ്. 35. 18/8 സ്റ്റെയിൻലെസ് സ്റ്റീൽ കണ്ടെയ്ൻസ് 18% ക്രോമിയം, 4% നിക്കലും ആയിരിക്കും. വാട്ട് ഈസ് കാർബറൈസിങ്? കാർബറൈസിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർഡനിങ് ദി ഔട്ടർ സർഫസ് ഓഫ് ദ സ്റ്റീൽ വൈൽ ദ ഇന്നർ കോർ റിമെയിൻ സോഫ്റ്റ് ആണ്. അതിനെയാണ് നമ്മൾ കാർബറൈസിങ് എന്ന് പറയുന്നത്. 37. വിച്ച് സർഫസ് ഹാർഡനിങ് പ്രോസസ്സ് റിക്വയർഡ് നോ കൊഞ്ചിങ്? ഈ സർഫസ് ഹാർഡനിങ് പ്രോസസ്സുകളിൽ കൊഞ്ചിങ് ആവശ്യമില്ലാത്തത് നൈട്രേഡിങ്ങിൻ്റെ കേസിലാണ്. ഈ നൈട്രേഡിങ്ങിൻ്റെ കേസിൽ തന്നെയാണ് ഹയർ ഹാർഡ്നെസ്സും നമുക്ക് സർഫസിൽ ഒബ്റ്റെയിൻ ചെയ്യാൻ പറ്റുന്നത്. അത് ഓർത്ത് വെച്ചോളാം. 38. ഡ്യൂറിങ് നോർമലൈസിങ് സ്റ്റീൽ കാസ്റ്റിങ്സ് ആർ കൂൾഡിങ്. എയറിൽ വെച്ചിട്ടാണ് കൂൾ ചെയ്യുന്നത്, സ്ലോ കൂളിംഗ് ആണ്. 39. ദ പ്രോസസ് ഓഫ് ഓസ് ടെമ്പറിങ് റിസൾട്ട് ഇൻ ബൈനൈറ്റ് സ്ട്രക്ചർ ആണ്. 40. ദ സ്ട്രക്ചർ ഓഫ് യൂക്റ്ററ്റോയിഡ് സ്റ്റീൽ ഈസ് പ്യുവർലി സിമൻറ്റൈറ്റ് സ്ട്രക്ചർ ആയിരിക്കും.
യുക്റ്ററ്റോഡ് സ്റ്റീലിൻ്റെ അതിൻ്റെ കാർബൺ കണ്ടൻറ്റ് 0.8% ഓഫ് കാർബൺ ആണ്. 41. ദ റൂബി റോഡ് യൂസ്ഡ് ഇൻ ലേസർ ഈസ് മെയ്ഡ് ഓഫ് അലൂമിന Al2O3 ആണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ 41 ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇച്ചിരി ഹാർഡ് ലെവലാണ് എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ എങ്കിൽ പോലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ക്വസ്റ്റ്യൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസിൻ്റെ ഡൗട്ട് ചോദിച്ചാൽ എനിക്കിതിൻ്റെ പല ക്വസ്റ്റ്യൻ്റെയും ആൻസറുകൾ മാത്രമേ അറിയുള്ളൂ. ഒരു ബുക്കിൽ നിന്ന് ഡയറക്റ്റ് എടുത്തിട്ടുള്ളതാണ്. എക്സ്പ്ലനേഷൻ ഇല്ല ആ ബുക്കിൽ. എന്നാലും ചില ക്വസ്റ്റ്യൻസ് തെറ്റുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു. ആരെങ്കിലും ഈ വീഡിയോ എൻ്റെ ഈ ചാനൽ ലൈക്ക് ചെയ്യാത്തതോ അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തതോ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാവുന്നതാണ്.